50% പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് അവിടെ ഭരണം നടപ്പിൽ വന്നിട്ടുള്ളതെന്ന് നമ്മൾ കാണണം അല്ലേ. ഇപ്പോഴുള്ള ഒരു സംഗതി നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തുള്ള ഭരണകൂടത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് എന്നിരിക്കെ തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണണം. അതിൻ്റെ ഭാഗമായി അവിടെ വിശ്വാസി സമൂഹം അവരുടെ ഇതിനെ പിന്തുണയ്ക്കുന്ന ലോയൽ വലിയൊരു സമൂഹം അവിടെയുണ്ട്. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ പോലെ തന്നെ പ്രക്ഷോഭകാരികളെ പോലെ തന്നെ അവിടെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവിടുത്തെ സ്ട്രക്ചറൽ മുഴുവൻ നമ്മൾ കാണേണ്ടത് അവിടുത്തെ പോലീസ് സേനയുടെ തുടക്കം മുതൽ ഏറ്റവും ഉന്നത ഭരണസമിതി വരെയുള്ള വലിയ സ്ട്രക്ചറിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്, അവരുടെ പ്രത്യയശാസ്ത്ര ദൃഢത, അതാണ് ഞാൻ പറയാം. ആ ഇസ്ലാമിക് ഐഡിയോളജിയോടുള്ള അവരുടെ ദൃഢത അതെന്താണ് എന്നൊന്നും നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഒന്നാമതായിട്ട് അമേരിക്കയ്ക്ക് അത് മനസ്സിലായിട്ടില്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒരുപക്ഷെ ട്രംപിനെ ഇപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി അവർക്കുണ്ട്, അതുകൊണ്ട് അതൊരു വലിയ ഡിറ്ററൻ്റായിട്ട് നിൽക്കുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാമെങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് ഇങ്ങനെയൊരു സംഗതിയുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 1979 വിപ്ലവം നടക്കുന്നത്, ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. അവിടെ ഷായുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഖൊമേനി അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടവുമായിട്ട് ഇന്ന് പലരും ഈ പ്രക്ഷോഭത്തെ താരതമ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ താരതമ്യം തെറ്റാണ്. അന്ന് ഷായുടെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ഈ പോലീസ് സേന ആവട്ടെ, ഇന്നിപ്പോൾ എന്താണ് IRGC ഇത്, അല്ലെങ്കിൽ അന്ന് അതിന് സമാനമായി ഉണ്ടായിരുന്ന സേന, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിന്ന് പലതരത്തിലുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി എത്തിയപ്പോൾ ഈ പറയുന്ന ഈ പോലീസ് സേനയിൽ നിന്നുള്ള ഒരു ഭാഗം പ്രക്ഷോഭകരുടെ കൂടെ കൂടുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രക്ഷോഭകരുടെ കൂടുകയാണ്. അതും കൂടി ചേർന്നതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ വിജയമെന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കുക. അന്നത്തെ സാഹചര്യത്തെ അങ്ങനെയാണ് കാണേണ്ടത്. ഇന്ന് അതല്ല സ്ഥിതി. ഈ IRGCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അന്നത്തേൽ നിന്ന് തികച്ചും ഭിന്നമാണ്. അവർ വളരെ അച്ചടക്കമുള്ള, വളരെ കൃത്യമായ, എന്താ പറയുക, അതിശക്തമായ ഇസ്ലാമിക് ഐഡിയോളജിയിൽ മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്.